ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചക്കുപ്പിയുടെ സ്കൂളിലെ ശ്രീകൃഷ്ണജയന്തിയുടെ ആഘോഷം നടക്കുകയാണ്. അപ്പം ചക്കുവിനെ കൃഷ്ണനായിട്ട് ഒരുക്കി വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചക്കുവിടെ കൃഷ്ണനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അമ്മൂസ് ഒരുക്കുന്നു. നമുക്കപ്പം ചക്കുവിനെ ഒരുക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ ചക്കുപ്പി ഒരുക്കുന്നു ഗൈസ്. ഇതെന്ത് സുണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഇതിന്റെ മീനോ? എന്ത് വൈരാണ്ടാണോ ഇന്ന് കാണിക്കുന്നത്? കഴിഞ്ഞ വർഷം നമ്മള് ചക്കുവിനെ ഒഴുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് പക്ഷെ മുറുക്കൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ചെറിയ ടച്ചപ്പ്. അവരെ കണ്ണൊക്കെ എഴുതി കഴിച്ചു. കണ്ണിപ്പോൾ വരച്ചേക്കുന്നത് 4ാമത്തെ റൗണ്ടാണ്. ആദ്യത്തെ 2 റൗണ്ട് അടിയായിരുന്നു. 3ാമത്തെ റൗണ്ട് ചീറ്റിപ്പോയി. ഇതിപ്പോൾ 4ാമത്തെ റൗണ്ട് കണ്ട് വരച്ചാണ് ഇത്ര അയക്കുന്നത്. ഇത് വരച്ചു വന്നപ്പോ ഒറ്റയാടാ, അതങ്ങനെ പറഞ്ഞുപോയി. പിന്നെ ഇത് ഒരു കണ്ണേ 2 വാല്, ഒരു കണ്ണേ 1 വാല്. 2 നോക്കൂ. ഈ ബാക്കിലിരിക്കുന്ന എല്ലാം ഇവന്റെ കളിപ്പാട്ടമാണ്. തിണയ്ക്കുന്ന സാധനം എല്ലാം ഇപ്പൊ ഇവിടെ പറക്കൊണ്ട് വെച്ചോ. കണ്ടോ, ബെഡിന്റെ മണ്ടയ്ക്ക് ഇവൻ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുന്ന സാധനം ഉണ്ട്. അത് അവന് പുതപ്പൊന്നും വേണ്ട, അവൻ ആ സാധനത്തിനെ കെട്ടിപ്പിടിച്ചോണ്ട് രാവിലെ എണീച്ചപ്പോ പോകാനുള്ള ധൃതിക്ക്. നമ്മൂസിന്റെ മേക്കപ്പ് ബോക്സ് ആണിത്. ബ്ലഷോ? ഇവ പോകുന്ന വഴി തന്നെ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ട് പോകണം. ഇല്ല തിരിച്ചു വരുമ്പോൾ കൃഷ്ണനായിരിക്കത്തില്ല, ചിലപ്പോൾ കംസനായിട്ടായിരിക്കും തിരിച്ചു വരും. വേറെ പിള്ളേരെ കിരീടം ഒന്നും വലിച്ചു പറിക്കരുത് കേട്ടോടാ. അതെന്താന്നോ നിന്റെ വലിച്ചു പറിച്ചാൽ എന്തെടുക്കും? അടി കൊടുക്കൂ. എന്നാ അതുപോലെ വേറെ പിള്ളേരെ വലിച്ചു പറിച്ച അവനും അടി തരും. ഇവനിപ്പോൾ ഭയങ്കര ചട്ടമ്പിയാണ് ഗൈസ്. പണ്ട് പാവമായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടുന്ന് കരഞ്ഞോണ്ട് പോയ ചെക്കന ഇപ്പം അവിടെ പിള്ളേരെ കുരിപ്പ് കാണിക്കാൻ വേണ്ടി പോവാ. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അവൻ രാത്രി വന്നാൽ മതിയെന്ന്. ഞാൻ രാത്രി ഒരു 7-7:30 ആകുമ്പോഴാണല്ലോ വരുന്നത്. അവൻ ആ സമയത്ത് വന്നാൽ മതിയെന്ന് സ്കൂളിൽ നിന്ന്. അതുവരെ അവനെ അവിടെ വെച്ചേക്കാനാണ് പറയുന്നത്. കഴിഞ്ഞ കുറേ ഉണ്ടോ? ഇന്ന് ചക്കുവിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ്. ഈ മഞ്ഞ പാൻറ്റും. കഴിഞ്ഞ പ്രാവശ്യം നീലയായിരുന്നു കേട്ടോ. ആദ്യ പ്രാവശ്യം നോക്കണേ ചെറുതായിപ്പോയി. പിന്നെ ഞങ്ങൾ ഇച്ചിരി വലുത് മേടിച്ചു. ഇനി അടുത്ത വർഷം ഈ പാൻറ്റിനെ യൂസ് ചെയ്യണം. മണ്ടക്കിടുന്ന മാത്രം മേടിച്ചാൽ മതി. വേറെ കഴിഞ്ഞ വർഷം ചക്കുവിന് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ സമയമാകുമ്പോൾ മുടി വളരെയെന്ന് വിചാരിച്ചു. പക്ഷേ ഇടയ്ക്ക് വീണ്ടും ഒന്ന് വെട്ടിച്ച്. പാൻറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ ഷൂസ് വെക്കാൻ അതിന് സിപ്പൊന്നും ഇല്ല കേട്ടോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാ വെക്കണോ വേണോ? അങ്ങനെ നമ്മുടെ കൃഷ്ണൻ പാൻറ്റ് കിട്ടുവാണ് ഗൈസ്. കൃഷ്ണൻ പാൻറ്റ് ഇട്ട് ഗൈസ്. യെല്ലോ കളർ പാൻറ്റ് വിട്ട്. ഇല്ല, ഇത് എല്ലാ വർഷവും മേടിക്കുന്ന ഭയങ്കര നഷ്ടമാണ്. ഒറ്റ ദിവസത്തേക്ക് നമ്മൾ ഒന്നുകൂടെ മടക്ക് മതിയോ? നിങ്ങൾ പറ ഗൈസ്, ഇത്ര മതിയോ? അങ്ങനെ നമ്മൾ അരക്കച്ച കിട്ടണം ഗൈസ്. യുദ്ധത്തിന് പോകാൻ തോന്നുന്നു അകത്തകത്ത്. അത് ആദ്യം ആ ഹുക്ക് ഇട്ടിട്ട് തിരിക്കും. 4 മിനിറ്റായി. ആൾക്കാർ കണ്ട് ബോറടിക്കൂ. എന്നാൽ ഇച്ചിരി അങ്ങോട്ട് ഓടിച്ചുവിടാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളിത് കണ്ട് ബോറടിച്ച് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിച്ചോളാം. വയറോട് താത്ത് കയറ്റാ. എന്തോ വയറും തെളിച്ചിരിക്കുന്നത് എക്സ്റേ പോലെ നമുക്ക്. സൈഡിലത്തെ 4 എല്ല് തണ്ട് വെളിയിരിക്കുന്നു. വേറെ ഒരു കാര്യത്തിനും കുഴപ്പമില്ല. അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് ഒരു ഫുഡ് കൊടുത്ത്. ഇപ്പം രാവിലെ 2 ഇഡലി കൊടുത്താ 8 മണിയായപ്പോൾ കൊടുത്താ. ഇപ്പം 9:30 ആകാറായി. ഇത്രയും നേരം ഇപ്പോഴാണ് കഴിച്ചു കഴിഞ്ഞവൻ. ഇതാണ് ഇവന്റെ പരിപാടി. കണ്ടോ അവൻ ഒരു സാധനം ചെയ്യാൻ പോകുമ്പോൾ വേറെ സാധനം ചെയ്യാൻ പോകും. അങ്ങനെ കൃഷ്ണന് ഷാളിട്ട് ഗൈസ്. ഇനിയെന്തോ ഇനി അരയെ കൂടെ കിട്ടുന്നത് വേറെ സാധനമൊക്കെ ഉണ്ട്. ഒരു ബെൽറ്റ് ഉണ്ട്. അല്ല എന്തോ സാധനം പോലെ
ഈ ഒരു സാധനത്തിന് 500-600 രൂപയാണ് guys. ഒരു വട്ടം ഉപയോഗിക്കാൻ വേണ്ടി. ഈ ഒരു ഫുൾ സെറ്റാ കേട്ടോ. ഈ ഷാള്, പിന്നെ കയ്യെ കിട്ടുന്ന 2 സാധനം, പിന്നെ ഒരു കിരീടം. ആ കിരീടം പിന്നെ കൊള്ളത്തില്ല, പക്ഷെ ഈ കിരീടം ഈ റോഡിലെല്ലാം ഇട്ട് വെക്കുന്നത്. ഈ സാധനം കണ്ടോ, ഇത് ഇവിടെ കെട്ടുന്ന കണ്ട കണ്ട് കണ്ട guys. നീ നിക്ക അപ്പൂ. അങ്ങനെ അരക്കച്ച കെട്ടാൻ പോണു guys. അരയിലുള്ള ബെൽറ്റ് വലിച്ചു പറിക്കും. ഇതിന്റെ മണ്ണ കൂടെ ആണോ കിട്ടുന്നത് ഇത്? എൻ്റെ മണ്ണ കൂടെ കെട്ടിക്കും. ഇല്ല ഇത് കാണൂല്ലോ. ഇങ്ങനെ തന്നെ തിരിച്ചു വരുമോടെ നീ? ആർക്കറിയാം, സാധനം തിരിച്ചു കൊണ്ടുവരണേ. എങ്ങാണം പൊട്ടിച്ചിട്ടുണ്ടോ പിടിച്ചിടിക്കും ഞാൻ. നമ്മുടെ പഴയ മാല ഇടണോ പുതിയ മാല ഇടണോ? പുതിയ മാല ഇടല്ലേ. ഇതിൻ്റെ കൂടെ കുറേ സെറ്റ് മാലയുണ്ട്. സോറി ഗൈസ്, ക്യാമറ നീ നേരെ നിക്കപ്പൂ. അത് നിന്റെ കമ്മല്. ഇവനോട് ഞാൻ പറഞ്ഞേ കാത് കുത്തറാന്ന്, അപ്പം ഇവന് വയ്യ. ഇപ്പം കാണുന്നത് കൃഷ്ണനെയാണോ അതോ മറ്റേ മണിച്ചിത്രത്താൻ രാമനാഥനാണോ നിൽക്കുന്നത്? അങ്ങനെ ചാക്കോപ്പിക്ക് കമ്മലിട്ടു. കമ്മലിൽ ഇച്ചിരി സൈസ് കൂടി പോയോ എന്നൊരു സംശയം. കഴിഞ്ഞ വർഷത്തെ കമ്മലുണ്ട്, പക്ഷെ അത് ആ കമ്മല് കൊള്ളൂല. അത് കമ്മലിൽ ഇച്ചിരി സൈസ് കൂടി പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ലടാ. മറ്റേ വലിയ ബംഗ്ലാവിൽ ചെല്ലുമ്പോൾ ലൈറ്റ് ഇട്ട് പോലുണ്ട്. പിന്നെ മാല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ കയ്യെ കെട്ടുന്ന സാധനം കൊള്ളാം. അവിടെ ആണോ കെട്ടുന്നത്? ആ എന്നാൽ അവിടെ കെട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ സാധനം ഇടാം. ചക്കു ഫുൾ. ഇത് തിരിച്ചു വരുമ്പോ ചക്കു ഇങ്ങനെ വരുമോന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പല്ല് ചൊറ കൃഷ്ണ രാവിലെ ഇല്ല. രാവിലെ എണീച്ച് പല്ല് വെച്ചിട്ട് ചക്കുപ്പി കഴിക്കുള്ളൂ ഗൈസ്. ഭയങ്കര വൃത്തിയാ. ഒരു ദിവസം ഒരു 100 വട്ടം കൈ കഴുകി മിക്കവാറും ഓണറാ. എവിടെയെങ്കിലും തൊട്ടാൽ മതി, അപ്പം അവൻ ഓടിപ്പോയി കൈ കഴുകണം. കഴിഞ്ഞ പ്രാവശ്യം പാർക്കിൽ പോയി കഴിഞ്ഞ ആഴ്ച. മണ്ണിച്ചോട്ടം പയ്യ, മണ്ണിച്ചോട്ടി ടിക്കിളി എടുക്കുന്നതിന്. ചക്കു കൈ അടക്കി വെച്ച് ഞാൻ ഒരു കാര്യം ചെയ്യുന്ന കണ്ടില്ലേ ചക്കു? ലാസ്റ്റ് പിന്നെ ഞാൻ ഗതി കെട്ടിട്ട് ചെരുപ്പൂരി അവനെ മണ്ണി കൊണ്ടിരുത്തി. പിന്നെ ആ മണ്ണി കിടന്ന അൽറമാദമായിരുന്നു. പക്ഷെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കൃഷ്ണനെ തണുക്കുമോ എന്നാ. ഭയങ്കര തണുപ്പാ ഗൈസ്. കൃഷ്ണനെ സ്വെറ്റർ ഇട്ടാൻ കൊണ്ടുപോലും അങ്ങോട്ട്. ചക്കു വന്ന് ആ ജാക്കറ്റ് ഇട്ടാൻ കൊണ്ടുപോയല്ലോ അമ്മു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അങ്ങ് ഊരി വിട്ടാലോ? എന്താ കൃഷ്ണ? വൈകിട്ട് ഞാൻ വരുമ്പോഴോ അന്നേരം ആ ജാക്കറ്റ് എടുത്തോണ്ട് പോയാലോ? നീ ഒന്ന് ചക്കു 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 ഒന്ന് അടങ്ങിയിരിക്കും. ചക്കു പറയുന്ന കേക്ക്. നേരെ നിന്നെ, നീ നേരെ നിന്നെ, എന്നാലും എനിക്ക് എന്തെങ്കിലും. മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടി നെടിയാന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ശ്രീകൃഷ്ണനെ പൊട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ. ഇതെന്തോടാ, ഗോപിയാണോ? മൂണാണോ? ഇങ്ങോട്ട് നോക്കിയ ചക്ക. മൂണാണ് ഗൈസ്. ഇവിടെ എല്ലാവരും ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുത്തിന് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇന്ന് മുത്ത് ലേറ്റായിട്ട് ചക്കുവിന് സ്കൂളിൽ കൊണ്ട് വിടേണ്ടതുകൊണ്ട് ലേറ്റായിട്ട് മുത്ത് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എല്ലാവരും എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി അങ്ങ് പോയാൽ മതി. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ ഏകദേശം ഒരുങ്ങി വന്ന് റെഡിയായിട്ട് നിൽക്കുന്നു ഗായ്സ്. കണ്ടോ കൈ? അത് മാറ്റാ, അതിൻ്റെ മോങ്ങ മാറ്റാ. ആ കണ്ടോ ഓടക്കൊടത്. ഈ അരയിലിട്ടൊക്കെ സാധനം ചരിഞ്ഞിരിക്കുന്നത് തോന്നുന്നു. ഇല്ലടി ആ ബെൽറ്റ്, ആ ബെൽറ്റ് ചരിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, എന്താ ജിംജാമോ, അതുപോലെ. ചക്കൻ്റെ കിരീടം കണ്ടോ ഗൈസ്? എങ്ങനെയുണ്ട്? അതും കൂടെ വെച്ച് കെട്ടിക്കോ. ഇത് വേറൊരു കിരീടമാണേ, പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടിയുണ്ടാകാൻ സാധ്യതയുണ്ട് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് അങ്ങനെ നമ്മുടെ കൊച്ചു കൃഷ്ണൻ റെഡി ആയിരിക്കുന്നു. പക്ഷെ മുടി കുറവായതുകൊണ്ട് ആ കിരീടത്തിനകത്ത് കയറിപ്പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കി ഗൈസ്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഈ ചരട് മാത്രമേ ഉള്ളൂ. ആ ചരട് മാത്രം ഇരുന്നപ്പോഴത്തേക്ക് ഊരിപ്പോയത്. ഇപ്പം ഞങ്ങൾ ഇലാസ്റ്റിക്കോട് വെച്ച് എൻ്റെ പുറയിൽ
അതുകൊണ്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചക്കുനെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാമേ. ഇനി നമുക്ക് സ്കൂളിലത്തെ വീഡിയോ. ഓക്കെ, എനിക്ക് അവധിയൊന്നുമല്ല, നിന്നെ കൊണ്ടുവിട്ടിട്ടോ എനിക്ക് പോയി. ഇവനെ കൊണ്ടുവിട്ടിട്ടും കഴിച്ച് എനിക്ക് പോയി. ഞാൻ ഓഫീസിൽ പോകുന്ന കാര്യം മറന്നു. ഞാൻ വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ കൊണ്ടുവിട്ടിട്ട് ഞാനിപ്പോൾ അതിലെ അങ്ങ് ഓഫീസിലോട്ട് പോകാം ഗൈസ്. അപ്പം ഇനിയുള്ള വീഡിയോയിൽ ഞാനില്ല, അമ്മയും മോനും മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഞങ്ങൾ കൊണ്ടുവിട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ കൃഷ്ണൻ പോവുകയാണ്. പിള്ളേരെല്ലാം വന്നു ഓൾറെഡി. ചക്കുവിൻ്റെ സ്കൂൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വലിയ പൂമാലയൊക്കെ ഇട്ട്. എന്താ മൊത്തം എല്ലാവരും അകത്ത് കയറുന്നത്. അമ്മൂസ് ചക്കുപ്പിയെ കയറ്റി വിടാൻ പോണേ. നമ്മുടെ കൃഷ്ണൻ ചക്കുവിൻ്റെ സ്കൂളിൽ ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഡെക്കറേഷൻ ഇവിടെ സ്കൂളിൽ ചെയ്തേക്കുന്നതാണ്. ഇത് ചക്കുവിൻ്റെ ഫ്രണ്ടാണ്. ഇത് ഗണിക് 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 കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഈ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഫ്രണ്ട് നിന്ന് ഫോട്ടോസ് എടുക്കാം. ഓൾറെഡി മുത്ത് രാവിലെ വന്നപ്പോൾ എല്ലാ ഫോട്ടോസും എല്ലാം എടുത്തായിരുന്നു. ഇപ്പം ഇവിടെ ഭയങ്കര തിരക്ക്, അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ചക്കുവിൻ്റെ ടീച്ചേഴ്സാണത്, അവരെ ഇരുത്തി യശോദയുടെ കൂട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുകയാണ്. അകത്ത് കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ കുറേ പിള്ളേരുടെ പേരൻസ് എല്ലാം വന്ന് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ചക്കുവും ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓടി കളിക്കുക. ചക്കുവും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ ഓടി കളിക്കുക. അയ്യോ, ആ കൊച്ചിൻ്റെ ഇത് കണ്ടോ, തലയിൽ തൊപ്പി കിരീടം കൊള്ളാല്ലേ, നല്ല രസമുണ്ട്.